ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഡൈനാമൈറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. പാർട്ടികളിലൊക്കെ സ്റ്റാർട്ടറായി സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ചിക്കൻ, പനീർ, കോളിഫ്ലവർ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡൈനാമൈറ്റ് റെഡിയാക്കി എടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പ്രോൺസ് ഡൈനാമൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 500 ഗ്രാം ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ്, പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ഡൈനാമൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 7 ടേബിൾ സ്പൂൺ മയോണൈസ്, 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഹണി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡൈനാമൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനൊരു കോട്ടിംഗ് കൊടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ, 7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ 2 മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ കോട്ട് ചെയ്തെടുക്കാം. ഓരോ ചെമ്മീനും എടുത്ത് നമുക്ക് ഫ്ലോർ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. വീണ്ടും ഫ്ലോർ മിക്സറിൽ കോട്ട് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് കുടഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മതിയെങ്കിൽ ചെമ്മീൻ ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം മൈദ മിക്സിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ ചെമ്മീനും നമ്മൾക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീനെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഡൈനാമൈറ്റ് സോസിൽ മിക്സ് ചെയ്തെടുക്കാം. സോസിൽ അധികം നേരം ഇരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തണുത്തു പോകും. അതുകൊണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സോസിന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്സ് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. നമ്മുടെ സോസിന് നല്ല കളറുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പ്രോൺസ് ഡൈനാമൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.